ഒന്നും തോന്നരുത്, നിങ്ങൾ നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക എന്ന് പറഞ്ഞ് ഞാൻ വേണമെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ ഒരു പേര് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് അദ്ദേഹം എൻ്റെ അടുത്ത് നോക്കിയിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അവൻ പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്, അവൻ എൻ്റെ മോനാ, അവൻ്റെ മോൾക്കായി പ്രശ്നമെന്ന് പറഞ്ഞു. രാത്രി തന്നെ ആ നമ്പറിലേക്ക് എന്നെ വിളിച്ച് ആ നമ്പറിലേക്ക് വിളിച്ചു. ഉടനെ തന്നെ ആദ്യത്തെ റിങ്ങിൽ തന്നെ ആ ഫോൺ എടുത്തു എന്നുള്ളതാണ് അതിശയം. എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കറിയായിരുന്നു നീ എന്നെ തിരിച്ച് വിളിക്കുന്നു, ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മോനെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നാളെ രാവിലെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് അതിശയം തോന്നി. നീ വരുന്നറിയാവുന്നത് കൊണ്ട് എൻ്റെ മോനെ ഞാൻ അവിടെ നിർത്തിയിട്ടാണ് വന്നേക്കുന്നത്, അവൻ നിന്നെ രാവിലെ വന്ന് കൂട്ടിക്കൊണ്ട് വന്നോളൂ. കൃത്യം പറഞ്ഞ സമയത്ത് തന്നെ അവർ വന്നു. അവരോടൊപ്പം ഞാനും എൻ്റെ സുഹൃത്തും അങ്ങോട്ട് പുറപ്പെട്ടു. യാത്രക്കിടയിൽ കാര്യങ്ങൾ തിരക്കി. അപ്പോഴാണ് അറിഞ്ഞത് പെൺകുട്ടി മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മിടിക്കുകയായിരുന്നു, എല്ലാവരോടും നല്ല പെരുമാറ്റം, ഹൗസ് സർജൻസി കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് കുടുംബത്തിൽ നിന്ന് തന്നെ നല്ലൊരു കല്യാണാലോചന വന്നു. നല്ല ജോലി, വിദേശത്ത് സെറ്റിലായ പയ്യൻ, അവൾക്കും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണ നിശ്ചയത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവൾ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് കൂട്ടുകാർക്കൊന്നും ഒത്തുകൂടാൻ പറ്റില്ലല്ലോ, ഞങ്ങളൊരു ട്രിപ്പ് പോട്ടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഇപ്പോഴത്തെ പിള്ളേരല്ലേ, ഞങ്ങളെല്ലാവരും അങ്ങ് സമ്മതിച്ചു. ആ യാത്ര കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വന്നു അവളുടെ സ്വഭാവം പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങി. ഏട്ടനും ഏട്ടൻ്റെ ഡോക്ടേഴ്സിനും എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും വല്ലാതെ നിന്ന് പരിങ്ങിയ സമയങ്ങളുണ്ട്. ഇടയ്ക്ക് നോർമലാകും, അപ്പോഴൊക്കെ ഭക്ഷണവും വെള്ളവും ആർത്തിയോടെ വാരിത്തിന് സാർ. അത് കണ്ടാൽ തന്നെ നമുക്ക് പേടി തോന്നും. ഞാൻ ചോദിച്ചു, ഡോക്ടറും മറ്റുള്ളവരും എന്തു പറഞ്ഞു? ഏട്ടനും മറ്റു ഡോക്ടേഴ്സും ഇവരെ പരിശോധിച്ച് നോക്കിയിട്ട് ഒരു രോഗവും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അവൾക്ക് സമയത്തിന് ഫുഡും ഉറക്കവും ഇല്ലാത്തതിൻ്റെ പ്രശ്നം മാത്രമാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷേ ഏട്ടനും പേടിയുണ്ട് സാർ. കാരണം ഞങ്ങളുടെ കുഞ്ഞാത്ത ഞങ്ങളുടെ മുമ്പിൽ പ്രേതബാധ വന്ന് ആത്മഹത്യ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടതിൻ്റെ പേടി ഞങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതിനിടയിൽ ഞാൻ അവരോട് പറഞ്ഞു, ഒരു ചായക്കട കണ്ടാൽ നിർത്തണം, എനിക്കൊരു ചായ കുടിക്കണമെന്ന് പറഞ്ഞു. വണ്ടി നിർത്തി വഴിയിലിറങ്ങിയപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, എടാ എനിക്ക് ഭാര്യയും കുട്ടികളും ഉണ്ട്, എന്തെങ്കിലും പണി കിട്ടുമോ? എനിക്ക് സത്യത്തിൽ പേടിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ധൈര്യമായി വാ, ഒരു പെൺകുട്ടിയുടെ കാര്യമല്ലേ, എടാ ഇത് നമ്മൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനം കിട്ടില്ലടാ.